നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വലിയ വീട്, സ്വപ്നം കാണുന്ന ആഡംബര കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്ന് നിറയേണ്ട വലിയൊരു തുക. ഇതൊക്കെ വെറും സ്വപ്നങ്ങൾ മാത്രമായി അവശേഷിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിന് തൊട്ടു മുൻപുള്ള ആ 10 മിനിറ്റിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത്. കോടീശ്വരന്മാരും വലിയ വിജയികളും തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുത്തത് ഉറങ്ങുന്നതിന് മുൻപ് ചെയ്ത ഈ രഹസ്യവിദ്യയിലൂടെയാണ്. രാത്രി ഉറങ്ങും മുൻപ് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരൊറ്റ കാര്യം മതി നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ഒരു മാഗ്നറ്റായി മാറ്റാൻ. ആ രഹസ്യം എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നു. നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്ന നിമിഷങ്ങളാണിത്. അതുകൊണ്ട് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും മാസ്റ്റർ മൈൻഡ് മലയാളത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാനും പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ ഉപയോഗിച്ച് ജീവിതം അതിശയിപ്പിക്കുന്ന രീതിയിൽ മാറ്റാനുമുള്ള അറിവുകളാണ് നമ്മൾ ഇവിടെ പങ്കുവെക്കുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതുപോലുള്ള പവർഫുൾ വീഡിയോകൾ ഇനിയും ലഭിക്കാൻ ഇപ്പോൾ തന്നെ താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ നൽകുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് നൽകുന്ന വലിയൊരു അംഗീകാരമാണ്. ശരി, നമുക്ക് ആ ഉറക്കത്തിന് മുൻപുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിലേക്ക് കടക്കാം. നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിന് തൊട്ടു മുൻപുള്ള ആ 5-10 മിനിറ്റാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയം. ഈ സമയത്ത് നിങ്ങളുടെ മസ്തിഷ്കം ആൽഫ എന്നൊരു പ്രത്യേക ഫ്രീക്വൻസിയിലേക്ക് മാറുന്നു. സാധാരണ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ ബോധ മനസ്സാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോകുന്ന ഈ നിമിഷങ്ങളിൽ നമ്മുടെ ബോധ മനസ്സിന്റെ വാതിലുകൾ അടയുകയും പകരം അസാമാന്യ ശക്തിയുള്ള ഉപബോധ മനസ്സ് പൂർണ്ണമായും തുറക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ആൽഫ സ്റ്റേറ്റിൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നേരിട്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഒരു മായാത്ത മുദ്രയായി പതിയും. നിങ്ങൾ സങ്കടത്തോടും പരാതികളോടും കൂടിയാണ് ഉറങ്ങാൻ പോകുന്നതെങ്കിൽ എന്റെ ജീവിതം കഷ്ടപ്പാടാണ് എന്ന സന്ദേശമാണ് നിങ്ങൾ ഉപബോധ മനസ്സിന് നൽകുന്നത്. എന്നാൽ ഈ 10 മിനിറ്റിൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഉത്തരവ് നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകുകയാണ് ചെയ്യുന്നത്. ഈ സമയം നിങ്ങളുടെ മനസ്സ് ഒരു മാന്ത്രിക ലോകം പോലെയാണ്. അവിടെ നിങ്ങൾ എന്ത് വിതയ്ക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിൽ വിളയും. അതുകൊണ്ട് ഉറങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള ആ നിമിഷങ്ങളെ വെറുതെ കളയാതെ നിങ്ങളുടെ വിജയത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക. സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി മുതൽ നിങ്ങളുടെ ആൽഫ സ്റ്റേറ്റിനെ നിങ്ങളുടെ വിജയത്തിനായി ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ആ ആത്മവിശ്വാസം ഇപ്പോൾ തന്നെ പ്രപഞ്ചത്തെ അറിയിക്കുക. കമന്റ് ബോക്സിൽ ഐ കൺട്രോൾ മൈ തോട്ട്സ്, ഐ കൺട്രോൾ മൈ ലൈഫ് എന്ന് ടൈപ്പ് ചെയ്യുക. സാമ്പത്തികമായ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവർ ഐ എം ഓപ്പൺ ടു അബണ്ടൻസ് എന്നും കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ പോസിറ്റീവ് കമന്റും നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്കുള്ള ശക്തമായ നിർദ്ദേശമാണ്. ഉറങ്ങാൻ പോകുന്നതിന് ചുരുങ്ങിയത് 15 മിനിറ്റ് മുൻപെങ്കിലും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ദൂരേക്ക് മാറ്റിവെക്കുക എന്നത് ഈ ടെക്നിക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധനയാണ്. എന്തുകൊണ്ടാണ് ഇത് ഇത്ര നിർബന്ധമാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ നേരത്തെ പറഞ്ഞ ആ ആൽഫ സ്റ്റേറ്റിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ ആന്തരികമായ ശാന്തത അത്യാവശ്യമാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് മിക്കവരും ഉറക്കത്തിലേക്ക് വീഴുന്നത് സോഷ്യൽ മീഡിയയിലെ റീൽസുകളോ അല്ലെങ്കിൽ നെഗറ്റീവ് വാർത്തകളോ കണ്ടുകൊണ്ടാണ്. മറ്റൊരാളുടെ ആഡംബര ജീവിതം കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അറിയാതെ തന്നെ ഒരു നിരാശയോ അല്ലെങ്കിൽ എനിക്കിതൊന്നുമില്ലല്ലോ എന്ന ദാരിദ്ര്യബോധമോ ഉണ്ടാകാം. ഈ നെഗറ്റീവ് വികാരങ്ങളുമായി നിങ്ങൾ ഉറങ്ങാൻ പോയാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് രാത്രി മുഴുവൻ ആ നിരാശയെ വർദ്ധിപ്പിക്കാനുള്ള പണിപ്പുരയിലായിരിക്കും. ഫോണിലെ ബ്ലൂ ലൈറ്റ് നിങ്ങളുടെ ഉറക്കത്തെ മാത്രമല്ല നിങ്ങളുടെ ചിന്താശേഷിയെയും ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് ഈ 15 മിനിറ്റ് പ്രപഞ്ചത്തിനും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും വേണ്ടി മാത്രമായി മാറ്റിവെക്കുക. പുറം ലോകത്തെ ശബ്ദങ്ങൾ നിർത്തി ഉള്ളിലെ ലോകത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സുഹൃത്തുക്കളെ, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ആ 15 മിനിറ്റ് ഫോൺ മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഐ ഡിസ്കണക്ട് ടു റീകണക്ട് എന്ന് ടൈപ്പ് ചെയ്യുക. സ്വന്തം മനസ്സിനെ വിജയിക്കാൻ പാകത്തിൽ മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മൈ മൈൻഡ് ഈസ് പീസ്ഫുൾ എന്നും കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റും നിങ്ങളുടെ അച്ചടക്കത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും അടയാളമാണ്. ഫോൺ മാറ്റിവെച്ച് കണ്ണടച്ചു കിടക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആദ്യം നിറയേണ്ടത് നന്ദി എന്ന വികാരമാണ്. മിക്കവാറും ആളുകൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അന്ന് നടന്ന മോശം കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നാളത്തെ ടെൻഷനെക്കുറിച്ചോ ആണ് ആലോചിക്കുന്നത്. എന്നാൽ ഓർക്കുക, നിങ്ങൾ എന്തിനാണോ നന്ദി പറയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഏറ്റവും ചെറിയ 3 നല്ല കാര്യങ്ങൾ ഓർത്തെടുക്കുക. അത് ഒരുപക്ഷെ ആരെങ്കിലും തന്ന ഒരു പുഞ്ചിരിയാകാം, കൃത്യസമയത്ത് കഴിക്കാൻ കിട്ടിയ ഭക്ഷണമാകാം, അല്ലെങ്കിൽ സുരക്ഷിതമായി വീട്ടിലെത്തിയതാകാം. പ്രപഞ്ചമേ, ഈ കാര്യങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് ഹൃദയപൂർവ്വം പറയുക. നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ദാരിദ്ര്യബോധത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഈ പോസിറ്റീവ് എനർജിയിൽ ഇരുന്നുകൊണ്ട് വേണം നിങ്ങളുടെ അടുത്ത ആഗ്രഹം പ്രപഞ്ചത്തോട് ആവശ്യപ്പെടാൻ. നന്ദിയുള്ള ഒരു മനസ്സിന് മാത്രമേ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ കഴിയൂ. സുഹൃത്തുക്കളെ, പ്രപഞ്ചം നിങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ആ നന്ദി ഇപ്പോൾ തന്നെ അറിയിക്കുക. കമന്റ് ബോക്സിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ജീവിതത്തിൽ കൂടുതൽ അത്ഭുതങ്ങൾ ആഗ്രഹിക്കുന്നവർ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ എവറിത്തിങ് എന്നും കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ നന്ദി വാക്കുകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ നന്മകളെ ആകർഷിക്കും.
ഇതാണ് നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോകുന്ന ആ മാന്ത്രിക വിദ്യ. കൃതജ്ഞത പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആഗ്രഹം സഫലമായതായി സങ്കല്പിക്കുക എന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു വലിയ വീടാണെങ്കിൽ ആ വീടിന്റെ ഉമ്മറത്ത് നിങ്ങൾ നിൽക്കുന്നതായും അതിന്റെ ചുവരുകളിൽ തൊടുമ്പോൾ അനുഭവപ്പെടുന്ന തണുപ്പും ആ സന്തോഷവും മനസ്സിൽ കാണുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്നല്ല സങ്കല്പിക്കേണ്ടത്, മറിച്ച് അതിപ്പോൾ നടന്നു കഴിഞ്ഞു എന്നാണ്. ആ സന്തോഷം അനുഭവിച്ചുകൊണ്ട് തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുക. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ ഉപബോധ മനസ്സ് ഉണർന്നിരിക്കുകയാണ്. ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് നിങ്ങൾ നൽകിയ ആ ചിത്രങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ബ്ലൂ പ്രിന്റ് രാത്രി മുഴുവൻ നിങ്ങളുടെ ഉപബോധ മനസ്സ് തയ്യാറാക്കിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ആ ആഗ്രഹം കലർന്നിരിക്കണം. ഈ രീതിയിൽ വിഷ്വലൈസ് ചെയ്ത് ഉറങ്ങുകയാണെങ്കിൽ പ്രപഞ്ചം ആ ആഗ്രഹത്തെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പുതിയ വഴികൾ തുറന്നു തരും. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമായതായി കാണാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ആ ആത്മവിശ്വാസം ഇപ്പോൾ തന്നെ പ്രകടിപ്പിക്കുക. കമന്റ് ബോക്സിൽ മൈ ഡ്രീം ഇസ് നൗ മൈ റിയാലിറ്റി എന്ന് ടൈപ്പ് ചെയ്യുക. പണം ആഗ്രഹിക്കുന്നവർ ഐ എം ലിവിംഗ് ഇൻ അബണ്ടൻസ് എന്നും കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഈ ഓരോ കമന്റും നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ദൂരം കുറയ്ക്കാൻ സഹായിക്കും. വിഷ്വലൈസേഷൻ കഴിഞ്ഞ് നിങ്ങൾ ഉറക്കത്തിന്റെ ആഴങ്ങളിലേക്ക് വീഴുന്ന ആ കൃത്യം നിമിഷം, അതായത് നിങ്ങളുടെ ബോധമനസ്സ് പൂർണ്ണമായും ഇല്ലാതാകുന്ന ആ സെക്കൻഡിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടാകാവൂ. ആ ചിന്തയാണ് നിങ്ങളുടെ പ്രാർത്ഥനയായി പ്രപഞ്ചം സ്വീകരിക്കുന്നത്. ആ അവസാന ചിന്ത ഒരിക്കലും എനിക്ക് കടമുണ്ട് എന്നോ എനിക്ക് ജോലിയില്ല എന്നോ ഉള്ള വിഷമമാകരുത്. പകരം എല്ലാം ശുഭമാണ്, എന്റെ ആഗ്രഹങ്ങൾ പ്രപഞ്ചം ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന ഉറച്ച ബോധ്യമായിരിക്കണം. ഈയൊരു ചിന്തയോടെ ഉറങ്ങുകയാണെങ്കിൽ രാത്രി മുഴുവൻ നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ പോസിറ്റീവ് എനർജിയിലായിരിക്കും പ്രവർത്തിക്കുക. പിറ്റേന്ന് രാവിലെ നിങ്ങൾ ഉണരുന്നത് വലിയൊരു ആത്മവിശ്വാസത്തോടെ ആയിരിക്കും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന സാഹചര്യങ്ങൾ പ്രപഞ്ചം ഒരുക്കാൻ തുടങ്ങും. ഉറങ്ങുന്നതിന് മുൻപുള്ള ആ അവസാന വാക്ക് നിങ്ങളുടെ വിജയത്തിന്റെ വിളംബരമാകട്ടെ. വിശ്വസിക്കുക, നിങ്ങൾ ഉറങ്ങുമ്പോഴും പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, പ്രപഞ്ചത്തിന്റെ ഈ മാന്ത്രിക ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ആ വിശ്വാസം ഇപ്പോൾ തന്നെ അറിയിക്കുക. കമന്റ് ബോക്സിൽ ഐ ട്രസ്റ്റ് ദ യൂണിവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നവർ മിറക്കിൾസ് ആർ ഹാപ്പനിങ് ടു മീ എന്നും കൂടി കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ പോസിറ്റീവ് കമന്റും പ്രപഞ്ചത്തിലേക്കുള്ള നിങ്ങളുടെ ശക്തമായ സിഗ്നലുകളാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ ഉറക്കത്തിനു മുൻപുള്ള വിദ്യ കേവലം ഒരു ശീലമല്ല, മറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പ്രപഞ്ചത്തിന്റെ സമൃദ്ധിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പാലമാണ്. മില്യൺ കണക്കിന് ആളുകൾ തങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ ഉപയോഗിച്ച ഈ രഹസ്യം ഇന്നു മുതൽ നിങ്ങളുടെയും കൈകളിലാണ്. സാഹചര്യങ്ങൾ ഇന്ന് എന്തുതന്നെയായാലും ആത്മവിശ്വാസത്തോടെയും നന്ദിയോടെയും ഉറങ്ങാൻ തുടങ്ങൂ. ഉറക്കത്തിലും നിങ്ങൾക്കായി പ്രപഞ്ചം പ്രവർത്തിച്ചു തുടങ്ങും. മാറ്റങ്ങൾ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ പ്രതീക്ഷ നൽകിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഈ അറിവ് സഹായിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, മറക്കാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഇത്തരത്തിലുള്ള കൂടുതൽ പവർഫുൾ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് വലിയൊരു പ്രേരണയാണ്. മനസ്സിന്റെ ശക്തിയെക്കുറിച്ചും ലോ ഓഫ് അട്രാക്ഷന്റെ വിദ്യകളെക്കുറിച്ചും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ആ വീഡിയോകളൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ മാസ്റ്റർ മൈൻഡ് മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിനടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ നൽകാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെ വളർത്താൻ സഹായിക്കും. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അതിവേഗം സഫലമാകട്ടെ എന്ന് പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു പവർഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.